മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണയ്ക്കുമെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. വടക്കൻ പറവൂർ സ്വദേശി എം.ആർ. അജയനാണ് പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ ഇത്തരത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ തുടങ്ങിയവർക്കെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. മാസപ്പടി ഇടപാടിൽ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണം. അത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ആവശ്യം ഈ വടക്കൻ പറവൂർ സ്വദേശിയായിട്ടുള്ള എം.ആർ. അജയൻ ഉന്നയിച്ചിരിക്കുന്നത്. പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി നാളെയായിരിക്കും പരിഗണിക്കുക. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ വീണ വിജയൻ ഉൾപ്പെടെ ഉള്ളവർ കൂടാതെ CMRL, എക്സലോജിക്ക്, ശശിധരൻ കർത്ത ഉദ്യോഗസ്ഥർ ഇവരും എതിർകക്ഷികളാണ്. എന്തായാലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ പ്രകാരം മാസപ്പടി ഇടപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സിബിഐയുടെ ഒരു അന്വേഷണം അനിവാര്യമാണെന്നാണ് ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട വാദം. ED അടക്കമുള്ളവർ അന്വേഷണം ഏറ്റെടുക്കാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൂടി എത്തിയിരിക്കുന്നത്. അത് ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ സിബിഐയുടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കൂടി ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ട് തന്നെ ആരായുകയും ചെയ്യും. എന്തായാലും നിലവിൽ SFIO കുറ്റപത്രം സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ അതിന്റെ പകർപ്പ് EDക്ക് ലഭ്യമാക്കാനായിട്ടുള്ള നടപടികൾ കീഴ്ക്കോടതിയിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി എത്തിയിരിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസിൽ വീണ വിജയനെ മുഖ്യമന്ത്രിയും കുരുക്കിലാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പൊതുതാൽപര്യ ഹർജി എത്തിയത്. സുരേഷ്, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.